അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 21 ചൊവ്വാഴ്ച. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ ഡൽഹി യുദ്ധക്കളമായി. ലാത്തിചാർജ് ചെയ്തും കണ്ണീർ വാതകം പ്രയോഗിച്ചും കൂട്ടറസ്റ്റ് നടത്തിയും പോലീസ്. ജന്തർ മന്ദറിൽ നിന്ന് സമരക്കാരെ പോലീസ് അടിച്ചോടിച്ചു. സമരപ്പന്തൽ പൊളിച്ചു നീക്കി. പ്രദേശമാകെ ദ്രുതകർമ്മ സേനയെ വിന്യസിച്ചു. പ്രവർത്തകർ വിവിധ ഗ്രൂപ്പുകളായി പലയിടത്തായി സമരം നടത്തി. പാർലമെന്റ് മാർച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. മെട്രോ സ്റ്റേഷനുകളിലും പ്രതിഷേധവുമായി എത്തിയതോടെ മെട്രോ സ്റ്റേഷനുകൾ അടച്ചു. മാർച്ചിനെത്തിയ അഖിലേഷ് യാദവിന്റെ ഭാര്യയും MPയുമായ ഡിംപിൾ യാദവ് അടക്കമുള്ള പ്രമുഖരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒഴിപ്പിച്ച ജന്തർ മന്ദറിലെ സമരവേദി രാത്രിയോടെ വീണ്ടും പാറ്റകൾ കീഴടക്കി. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ ഇവിടെയുണ്ട്. യുക്രൈനിൽ ഒഡേസ തീരത്ത് ചരക്ക് കപ്പലിന് നേരെയുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ മലയാളി അടക്കം 10 നാവികർ കൊല്ലപ്പെട്ടു. കാസർകോട് വെള്ളരിക്കുണ്ട് AKG നഗർ സ്വദേശി അഖിൽ ജോയലാണ് കൊല്ലപ്പെട്ട മലയാളി. ഭക്ഷ്യധാന്യങ്ങൾ നിറച്ച ഗോൾഡൻ ലിയോ എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ഇന്ത്യൻ സിറിയൻ നാവികരാണ് കപ്പലിലുണ്ടായിരുന്നത്. 8 പേരെ രക്ഷപ്പെടുത്തിയതായി യുക്രൈൻ നാവികസേന അറിയിച്ചു. 4 ഇന്ത്യക്കാരടക്കം 17 പേരാണ് കപ്പലിലുണ്ടായിരുന്നത്. ഇടതു സർക്കാരിന്റെ K-ഫോൺ പദ്ധതിക്ക് UDF സർക്കാരിന്റെ പൂട്ട്. സംസ്ഥാനത്തെ സ്കൂളുകൾ അടക്കമുള്ളവയ്ക്ക് ഇനി ഇന്റർനെറ്റ് കണക്ഷൻ സൌജന്യമായി നൽകില്ലെന്ന് K-ഫോൺ അറിയിച്ചു. സ്കൂളുകളടക്കം 30,897 സർക്കാർ ഓഫീസുകളിൽ സൌജന്യ കണക്ഷൻ നൽകിയിരുന്നു. വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം ഇടതു സർക്കാരെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. LDF സർക്കാർ യഥാസമയം വൈദ്യുതി വാങ്ങാനുള്ള കരാറുണ്ടാക്കിയില്ല. LDF സർക്കാർ കടം വാങ്ങിയ വൈദ്യുതി മടക്കി കൊടുക്കേണ്ട ബാധ്യത UDF സർക്കാരിന്റെ തലയിലായി. വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയത് അതുകൊണ്ടാണ്. മുൻ മന്ത്രി MM മണിയുമായി താരതമ്യം ചെയ്തുള്ള സാമൂഹ്യ മാധ്യമ ചർച്ചകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം തന്നേക്കാൾ എത്രയോ ഉന്നതനാണെന്നും എന്നാൽ ശിഷ്യപ്പെടാനില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തി KSU പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികളും ആശങ്കകളും മുഖ്യമന്ത്രി അറിയിച്ചെന്ന് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. തങ്ങളുടെ സർക്കാരാണെന്നും തങ്ങളുടെ മുഖ്യമന്ത്രിയാണെന്നും പറഞ്ഞ അദ്ദേഹം മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തൃപ്തനാണെന്നും അറിയിച്ചു. ആലപ്പുഴയിൽ നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ച ആലപ്പുഴ സെഷൻസ് കോടതിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ. ജില്ലാ കോടതി ഉത്തരവ് അന്വേഷണത്തെ സ്തംഭിപ്പിച്ചെന്നാണ് സർക്കാരിന്റെ വാദം. ജാമ്യം നൽകിയ ഉത്തരവ് റദ്ദാക്കണമെന്നും സർക്കാർ കോടതിയോട് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കവടിയാർ സാൽവേഷൻ ആർമി സ്കൂളിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡേഴ്സായും സൈബർ വാരിയേഴ്സായും അദ്ദേഹം പ്രഖ്യാപിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്തിമ റിപ്പോർട്ട് ഉടൻ നൽകണമെന്ന് ഹൈക്കോടതി. ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ച സാഹചര്യത്തിലാണ് നിർദ്ദേശം. 2025-ൽ ദ്വാരപാലക പാളി കടത്താൻ ശ്രമിച്ച കേസിൽ 54 പേരുടെ മൊഴി രേഖപ്പെടുത്തിയെന്നും ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ നിന്ന് പ്രതികൾ നടത്തിയ കുറ്റകൃത്യത്തിന്റെ രീതി മനസ്സിലായെന്നും SIT കോടതിയെ അറിയിച്ചു. സെപ്റ്റംബർ 3-ന് കേസ് വീണ്ടും പരിഗണിക്കും. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് അറസ്റ്റെന്ന് ചൂണ്ടിക്കാട്ടി തലശ്ശേരി കോടതി കണ്ണൂർ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഡോക്ടർ റാമിനെ വിട്ടയച്ചു. പിന്നാലെ റാമിനെ വീണ്ടും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണമെന്ന് നോട്ടീസ് നൽകി വിട്ടയച്ചു. മാർക്ക് കുറഞ്ഞ കുട്ടികളെ ശാസിച്ചിട്ടുണ്ടെന്നും ആരെയും ജാതീയമായി അധിക്ഷേപിച്ചിട്ടില്ലെന്നും റാം അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ഡോക്ടർ റാമിന്റെ അറസ്റ്റ് വൈകിയതിൽ ഹൈക്കോടതി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു.
പിണറായി വിജയൻ ഇനിയെങ്കിലും ആടിനെ പട്ടിയാക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 10 വർഷം ഭരിച്ച് മറ്റെല്ലാ വകുപ്പുകളെയും പോലെ ആരോഗ്യവകുപ്പിന്റെയും നട്ടെല്ലൊടിച്ചവരാണ് 2 മാസം പിന്നിടുന്ന UDF സർക്കാരിനെതിരെ വ്യാജ കഥകളുമായി ഇറങ്ങിയിരിക്കുന്നത്. ഭക്ഷണം കൊടുക്കാനെന്ന പേരിൽ സേവാഭാരതി കയ്യേറിയ സർക്കാർ കെട്ടിടം ഒഴിപ്പിച്ച് LDF സർക്കാർ ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് നിർമ്മിക്കാതിരുന്നത് BJPയെ ഭയന്നാണോ? കെട്ടിടങ്ങൾ കയ്യേറാൻ വേറെയും സംഘടനകൾക്ക് ഒത്താശ ചെയ്യാമോ എന്നും മുരളീധരൻ ചോദിച്ചു. വഖഫ് ബോർഡിനെതിരെ വന്ന 4 ഹർജികളും ഒരേയിടത്ത് നിന്നാണെന്നും നടന്നത് കള്ളക്കളിയാണെന്നും വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ. UDF നിയമിച്ച ബോർഡ് LDF കാലത്തും തുടർന്നു. UDF അധികാരത്തിൽ വന്നപ്പോൾ LDF നിയമിച്ച ബോർഡുണ്ടായിരുന്നു. വ്യവസ്ഥാപിതമല്ലാത്ത നിയമിച്ച അംഗങ്ങൾ UDF കാലത്തുണ്ടായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരം വെമ്പായത്തെ ബാറിൽ മദ്യപ സംഘങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി പൊള്ളലേറ്റ ഒരാൾ മരിച്ചു. നവാസാണ് മരിച്ചത്. പെട്രോൾ വാങ്ങിക്കൊണ്ടുവന്ന് എല്ലാവരുടെ ശരീരത്തിലേക്കും ഒഴിച്ച് തീ കൊളുത്തി വെന്റിലേറ്ററായ അനീഷിന്റെ സ്ഥിതി ഗുരുതരമാണ്. തൃശൂർ പീച്ചിയിൽ ഭൂചലനം. ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനം കേട്ടതായി നാട്ടുകാർ. പീച്ചി ഡാമിന് സമീപം തെക്കേക്കുളം ജണ്ടമുക്ക് ഭാഗങ്ങളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. തിരുവനന്തപുരം പാലോട് CHCയിൽ മുറിവേറ്റുവന്ന രോഗിയുടെ മുറിവ് വെച്ചുകെട്ടിയത് മൊബൈൽ ഫോണിലെ വെളിച്ചത്തിലാണെന്ന പരാതി പരിശോധിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ദേശാഭിമാനി വാരാന്ത പതിപ്പിൽ പ്രസിദ്ധീകരിക്കാതെ മാറ്റിവെച്ച കള്ളൻ വിജയൻ ലേഖനം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച മാധ്യമപ്രവർത്തകൻ TC രാജേഷ്. തിരുവനന്തപുരം പുല്ലാംപാറയിലെ നാടക ഗ്രാമത്തെക്കുറിച്ചും അവിടുത്തെ പ്രശസ്ത നാടക കലാകാരനായ വിജയനെക്കുറിച്ചുമുള്ളതായിരുന്നു റിപ്പോർട്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച തെറ്റായ കണക്കുകൾ അവതരിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിച്ച മുഖ്യമന്ത്രിയും UDFും മാപ്പ് പറയണമെന്ന് മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ MLA ആവശ്യപ്പെട്ടു. മെയ് അവസാനത്തോടെയാണ് UDF സർക്കാർ ചുമതല ഏറ്റെടുത്തത്. അതിനു മുൻപ് LDF സർക്കാർ സ്വീകരിച്ച നയങ്ങളുടെയും നടപടികളുടെയും തുടർച്ചയായുള്ള കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നതെന്നും KN ബാലഗോപാൽ പറഞ്ഞു. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച ബജറ്റ് പ്രഖ്യാപനം ഉത്തരവായി. 200 രൂപയിൽ നിന്ന് 250 രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത്. കൊച്ചിയിലെയും കോഴിക്കോട്ടെയും കോറോ ഹെൽത്തിലെ കൂട്ട പിരിച്ചുവിടപ്പെട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൊടുക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കമ്പനി അധികൃതരുമായുള്ള ചർച്ചയിലാണ് തീരുമാനമായതെന്ന് മന്ത്രി അറിയിച്ചു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോഫിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. രാജ്യത്ത് നീറ്റടക്കം 152 ചോദ്യപേപ്പർ ചോർച്ചകളുണ്ടായിട്ടും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാത്തത് അതുകൊണ്ടാണ്. ചരിത്രത്തിലെ ഏറ്റവും യുവജന വിരോധിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. കഠിനാധ്വാനം ചെയ്ത വിദ്യാർത്ഥികൾക്ക് ലാത്തി ചാർജിലൂടെയാണ് മോദി മറുപടി നൽകിയതെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. മഹാരാഷ്ട്രയിൽ പട്ടാപ്പകൽ ജ്വല്ലറിയിൽ കവർച്ച. പാൽക്കറിലെ ദാഹനുവിലെ ലക്ഷ്മി ജ്വല്ലറിയിലാണ് തോക്കുമായെത്തിയ 3-അംഗ സംഘം $1 കോടിയിലധികം രൂപയുടെ സ്വർണം കവർന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങളും മുഖം മറയ്ക്കുന്ന മാസ്കും ധരിച്ചാണ് കവർച്ചാ സംഘം എത്തിയത്. പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ ദണ്ഡേലിയിലെ സ്റ്റെർലിംഗ് റിവർ റിസോർട്ടിൽ സിപ്പ് ലൈൻ ലോക്ക് പൊട്ടി 40 അടി താഴ്ചയിലേക്ക് വീണ യുവാവിന് ഗുരുതര പരിക്ക്. സിപ്പ് ലൈനിൽ സഞ്ചരിക്കുന്നതിനിടെ പെട്ടെന്നായിരുന്നു അപകടം. കാനഡയിൽ നിന്നുള്ള ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും 50% നികുതി ചുമത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിൽ നിന്നുള്ള ഓട്ടോമൊബൈൽ, മദ്യം, പാൽ ഉൽപ്പന്നങ്ങളുടെ വിവേചനം കാണിച്ചെന്ന് ആരോപിച്ചാണ് വൈറ്റ് ഹൌസ് നികുതി പ്രഖ്യാപനം നടത്തിയത്. ലോകകപ്പ് ജേതാക്കളായ സ്പെയിൻ ഫിഫ പുരുഷ ഫുട്ബോൾ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തി. അർജന്റീന 2-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഫ്രാൻസ് 3-ാം സ്ഥാനത്ത് തുടർന്നു. ഇംഗ്ലണ്ടാണ് 4-ാം സ്ഥാനത്ത്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന റെക്കോർഡ് വരുമാനം നേടി ഫിഫ. ഈ ലോകകപ്പ് ടൂർണമെന്റിൽ നിന്ന് ആകെ $15 ബില്യൺ അഥവാ ഏകദേശം 1.44 ലക്ഷം കോടി ഇന്ത്യൻ രൂപ വരുമാനമായി ഫിഫയ്ക്ക് ലഭിക്കും. ഉയർന്ന വിലയുള്ള VIP ടിക്കറ്റുകളുടെ റീസെയിൽ വഴിയാണ് ഫിഫ വലിയ രീതിയിൽ പണം കൊയ്തത്. സെക്കൻഡറി മാർക്കറ്റിലൂടെ ടിക്കറ്റ് വിൽക്കുമ്പോൾ വാങ്ങുന്നയാളിൽ നിന്ന് 15%, വിൽക്കുന്നയാളിൽ നിന്ന് 15% ഉൾപ്പെടെ ആകെ 30% കമ്മീഷനാണ് ഫിഫ ഈടാക്കിയത്.
സ്പെയിൻ അർജന്റീന ഫൈനൽ മത്സരത്തിലെ ട്രോഫി ലോഞ്ച് ടിക്കറ്റുകൾ ഒരാൾക്ക് $34,500 അഥവാ ഏകദേശം 33.2 ലക്ഷം രൂപ എന്ന നിരക്കിലാണ് വിറ്റഴിക്കപ്പെട്ടത്. ഇതിലൂടെ മാത്രം ഫിഫയുടെ അക്കൌണ്ടിലെത്തിയത് കോടികളാണ്. ഈ ഫണ്ടുകൾ വിവിധ രാജ്യങ്ങളിലെ ഫുട്ബോൾ അസോസിയേഷനുകൾക്ക് ഫിഫ വീതിച്ചു നൽകും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.